നമസ്കാരം, ഏവർക്കും SN എഡ്യൂടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കണക്കിലെ രണ്ടാമത്തെ പാഠഭാഗമായ ശരാശരി എന്ന ആശയമാണ്. അടുത്ത കണക്ക് നോക്കാം. ഒരു ടീമിലെ കളിക്കാരുടെ ഭാരം 68 കിലോഗ്രാം, 72 കിലോഗ്രാം, 80 കിലോഗ്രാം, 70 കിലോഗ്രാം, 60 കിലോഗ്രാം, 70 കിലോഗ്രാം എന്നിങ്ങനെയാണ്. ആ ടീമിലെ ഒരു കളിക്കാരന്റെ ശരാശരി ഭാരം എത്രയാണെന്ന് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെ വഴികൾ എങ്ങനെയാണ് എഴുതേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ടീമിലെ കളിക്കാരുടെ ഭാരം തന്നിട്ടുണ്ട് അല്ലേ? എത്രയ്ക്ക്? 68, 72, 80, 70, 60, 70 ഇങ്ങനെ. അപ്പൊ ആ ഗ്രൂപ്പിൽ എത്ര കളിക്കാരുണ്ട്? എണ്ണം അതിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഇത്ര കളിക്കാർ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെയൊക്കെ ഭാരം തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാരം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ എത്ര കളിക്കാരാണ് എന്ന് കിട്ടും. എത്ര കളിക്കാരാണ്? 1, 2, 3, 4, 5, 6 അല്ലേ? 6 പേരാണ് അവിടെ കളിക്കുന്നത് അല്ലേ? എങ്ങനെ മനസ്സിലായത്? 6 പേരുടെ ഭാരം തന്നിട്ടുണ്ട് അല്ലേ? തൂക്കം തന്നിട്ടുണ്ട്. അപ്പൊ 6 പേരാണ് കളിക്കുന്നത്. ഇനി 6 പേരുടെയും കൂടി എത്ര കിലോഗ്രാം വരുന്നുണ്ട്, ആകെ എത്ര കിലോ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. ഇതിൽ എങ്ങനെയാണ് വഴി എഴുതാൻ നോക്കൂ. ആകെ കളിക്കാരുടെ ഭാരം എങ്ങനെയാ നമുക്കത് കിട്ടുക? ആകെ കളിക്കാരുടെ ഭാരം എങ്ങനെയാ കിട്ടുക? ചോദ്യത്തിൽ 5 പേരുടെയും ഭാരം തന്നിട്ടുണ്ട്. ആ 5 പേരുടെയും കൂട്ടിക്കഴിഞ്ഞാൽ ആകെ ഭാരം കിട്ടും അല്ലേ? 5 പേരുടെ ഭാരം നോക്കൂ. 68, 72, 80, 70, 60, 70 അല്ലേ? ഇത്രയും തൂക്കമാണ് അല്ലേ? ഓരോരുത്തർക്കും വ്യത്യസ്ത തൂക്കങ്ങളാണ്. 2 പേർക്ക് ഒരേ തൂക്കമുണ്ട് അല്ലേ? 70, 70. അങ്ങനെയെങ്കിൽ ഈ 6 പേരുടെയും കൂടിയും ആകെ തൂക്കം 420 കിലോഗ്രാം ആണ് വരുന്നത് അല്ലേ? ഒരാൾക്ക് 68 അങ്ങനെ പല അല്ലെങ്കിൽ 6 പേർക്കും വ്യത്യസ്തമായ ഭാരം, എല്ലാവരുടെയും ഭാരം കൂട്ടിയപ്പോൾ 420 കിലോ കിട്ടി. അപ്പൊ ഒന്നാമത്തെ വഴി ഇതാണ്. ആകെ കളിക്കാരുടെ ഭാരം എത്രയാണ്? 420 കിലോഗ്രാം അല്ലേ? 420 കിലോഗ്രാം. KG, കിലോഗ്രാം എന്നാണ് പറയുന്നത്, KG. ഓക്കെ. അടുത്ത എന്താണ്? കളിക്കാരുടെ എണ്ണം. ആ ചോദ്യത്തിൽ കളിക്കാരുടെ എണ്ണം ഇത്രയാണ് എന്ന് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? എത്ര തവണ ഭാരം തന്നിട്ടുണ്ടോ അത്ര ആൾക്കാരുണ്ടാവും. ഒരാളുടെ ഭാരം ഒരു തവണ അല്ലേ? രണ്ടാമത്തെ ഭാരം ആരുടെയും? രണ്ടാമത്തെ ആളുടെ. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട് അല്ലേ? 6 തവണ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഭാരം തന്നിട്ടുണ്ട്. അപ്പൊ 6 പേരുണ്ട്. ഇനി എന്താ കാണേണ്ടത്? ഒരാളുടെ ശരാശരി ഭാരം അല്ലേ? ശരാശരി എങ്ങനെ കാണുക? തുക ബൈ എണ്ണം. തുക ഹരിക്കണം എണ്ണം. ഇവിടെ തുക എത്രയാണ്? 420 ഹരിക്കണം എണ്ണം 6. നോക്കൂ, ഇനി എങ്ങനെ കാണുക? 420 ഹരിക്കണം 6. ഇവിടെ ശ്രദ്ധിക്കൂ, 420 ഹരിക്കണം 6. 4ൽ 6 പോവില്ല അല്ലേ? 6നേക്കാളും ചെറുതാണ്. അപ്പൊ അടുത്ത സംഖ്യ കൂടി കൂട്ടി 42ൽ എത്ര തവണ പോവും? 7 തവണ പോവും. 7, 6, 42. 42 42 പോയ 0 അല്ലേ? ബാക്കി എന്താണ്? ഒരു 0 ഉണ്ട്, അത് ഇവിടെ ഇറക്കിയിട്ടു. എന്ത് ചെയ്താൽ മതി? ആ 0ത്തെ ഉത്തരത്തിലും കൂടെ കൊടുത്താൽ മതി. എളുപ്പ വഴി അതാണ് അല്ലേ? ഒരു 0 മാത്രമേ ഉള്ളൂ വെച്ചാൽ ആ 0 എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിലാണ് കൊടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടിയേ? 70. മനസ്സിലായോ? 7, 6, 42. 70 × 6 420. ഇപ്പൊ മനസ്സിലായോ? ആകെ 6 കളിക്കാരാണുള്ളത്. 6 കളിക്കാരുടെ കൂടി ഭാരം 410 കിലോ കിട്ടി. അപ്പോ ഒരാളുടെ ഭാരം ശരാശരി എത്ര എന്നാണ്? ആകെ ഭാരം 420, ആകെ കളിക്കാരുടെ എണ്ണം 6, ശരാശരി കാണാൻ നമുക്കറിയാം തുക ഹരിക്കണം എണ്ണം. തുകയായ 420, എണ്ണമായ 6. 420/6 70. അപ്പോ ഒരാളുടെ ശരാശരി ഭാരം എത്രയാണ്? 70 കിലോഗ്രാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കണക്ക് നോക്കൂ. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപ. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണെന്ന് അല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമാണ്. ഇത് ഏറ്റവും ചെറിയ ചോദ്യം കൂടിയാണ്. നോക്കൂ, ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840. ഇവിടെ എങ്ങനെയാ വഴി എഴുതുന്നത്? ആകെ വരുമാനം അല്ലേ? ആകെ വരുമാനം എത്രയാ? 1840 അല്ലേ? 1840.
ദിവസങ്ങളുടെ എണ്ണം എത്ര ദിവസം ആണ്? ദിവസങ്ങളുടെ എണ്ണം എത്രയാണ്? 8 ദിവസത്തെയാണ് അല്ലെ. 8 ദിവസം അയാൾ ജോലി ചെയ്തപ്പോൾ എത്ര കിട്ടി? 1840 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ശരാശരി അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടുമെന്നാണ് അല്ലെ. ശരാശരി എങ്ങനെ കാണാം? ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശരാശരി സമം തുക ഹരിക്കണം എണ്ണം അല്ലെ. ഇവിടെ തുക എത്രയാണ്? വരുമാനം ആകെ തുക എത്രയാണ്? 1840 ഹരിക്കണം എണ്ണം എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ട് അല്ലെ. 1840 ഹരിക്കണം 8. ഇതിനെ ഹരിച്ച് തന്നെ നോക്കാം അല്ലെ. നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഹരിച്ച് കാണിച്ചു തരുന്നത്. 1840 ഹരിക്കണം 8 അല്ലെ. 1-ൽ 8 പോവില്ല. 18-ൽ എത്ര തവണ പോവും? 2 തവണ പോവും അല്ലെ. 2 × 8 16. ഇനി 8-ൽ നിന്ന് 6 പോയാൽ ബാക്കി 2. 1-ൽ നിന്ന് 1 പോയാൽ 0. 2-ൽ 8 പോവോ? പോവില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ 18 വരെ എടുത്തിട്ടുള്ളൂ. ബാക്കി എന്തുണ്ട്? 4 ഉണ്ട്. ഓരോ സംഖ്യയായിട്ട് നമുക്ക് ഇറക്കാം. 24. 24-ൽ 8 എത്ര തവണ പോവും? 1 8 8 2 8 16 3 8 24. 3 × 8 24. 24-ന് 24 പോയാൽ 0 അല്ലെ. ബാക്കി എന്തുണ്ട് ഇവിടെ? ഒരു 0 കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അവസാനം 0 വരുന്നെങ്കിൽ എളുപ്പ വഴിക്ക് എന്ത് ചെയ്താൽ മതി? ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ആ 0 എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിലൂടെ കൊടുത്താൽ മതി അല്ലേ. അപ്പൊ നോക്കൂ, 1840 ഹരിക്കണം 8 എത്ര കിട്ടി? 230 രൂപ. അതായത് 8 ദിവസം ഒരാൾ ജോലി ചെയ്തപ്പോൾ ആകെ 1840 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ശരാശരി ഒരു ദിവസം എത്ര രൂപ കിട്ടും എന്നാണ്. ആകെ തുക 1840, ദിവസങ്ങളുടെ എണ്ണം 8. കാണേണ്ടത് എന്താണ്? ശരാശരി വരുമാനം. ശരാശരി സമം തുക ബൈ എണ്ണം. ആകെ തുക എത്രയാണ്? 1840, എണ്ണം 8. 1840 ഹരിക്കണം 8 230 രൂപ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും സൂത്രവാക്യം എന്താണ്? ശരാശരി സമം തുക ബൈ എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഏതാണ് മെച്ചം എന്നൊരു കണക്കുണ്ട്. ഔസേപ്പിന്റെയും അബുവിന്റെയും തെങ്ങിൻ തോട്ടത്തിലെ തേങ്ങകളുടെ കണക്കാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് തരികയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത കണക്കിലേക്ക് ഒന്ന് പോവാം. എന്താണ്? പേജ് നമ്പർ 23-ലെ 1-ാമത്തെ കണക്ക് ഒന്ന് നോക്കൂ. വനമഹോത്സവത്തിന്റെ ഭാഗമായി ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ 5-ാം ക്ലാസ്സിലെ 2 ഡിവിഷനിലെയും കുട്ടികൾ മരം വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിച്ചു. 5A ഡിവിഷനിലെ 35 കുട്ടികൾ ചേർന്ന് 245 തൈകളും 5B ഡിവിഷനിലെ 30 കുട്ടികൾ ചേർന്ന് 240 തൈകളും നട്ടു. ഒരു കുട്ടി നട്ട തൈകളുടെ ശരാശരി എടുത്താൽ ഏത് ക്ലാസ് ആണ് മെച്ചം? അല്ലേ? നോക്കൂ, ഇതില് 2 ക്ലാസ്സുകൾ തമ്മിലുള്ള കമ്പാരിസൺ കൂടിയുണ്ട് അല്ലേ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ബോർഡിലൊന്ന് നോക്കുക. ഈ ചോദ്യത്തിൽ 2 ക്ലാസ്സുകളാണുള്ളത് അല്ലേ. 5A ക്ലാസ്സും ഉണ്ട്, 5B ക്ലാസ്സും ഉണ്ട് അല്ലേ. ഈ ചോദ്യത്തിലേക്ക് നോക്കാം, ശ്രദ്ധിക്കണേ. നോക്കൂ, 5A ഡിവിഷനിലെ 35 കുട്ടികൾ ചേർന്ന് 245 തൈകൾ നട്ടു എന്നാണ് അല്ലേ. അപ്പൊ നോക്കൂ, 5A ക്ലാസ് എടുക്കാം. ആകെ നട്ട തൈകൾ എത്ര എണ്ണാണ് പറഞ്ഞ? 5A ക്ലാസ്സിലെ 35 കുട്ടികൾ ചേർന്ന് 245 തൈകൾ നട്ടു എന്നാണ് അല്ലെ. 245 തൈകൾ നട്ടു. എത്ര കുട്ടികൾ ചേർന്നാണ്? എത്ര കുട്ടികളുടെ എണ്ണം? 35 അല്ലെ. ഇനി 5B ക്ലാസ്സിലേക്ക് നോക്കാം. ആകെ നട്ടു നോക്കൂ, 5B ഡിവിഷനിലെ 30 കുട്ടികൾ ചേർന്ന് 240 തൈകൾ നട്ടു. അപ്പൊ ആകെ എത്ര തൈകളാണ് നട്ടിരിക്കുന്നത്? 240. എത്ര കുട്ടികൾ 5B ക്ലാസ്സിൽ ഉള്ളത്? 30 കുട്ടികൾ അല്ലെ. ഇനി എന്താ കാണേണ്ടത്? 2ന്റെയും ശരാശരി കണ്ടിട്ട് ഏത് ക്ലാസ്സുകാരാണ് ഏറ്റവും കൂടുതൽ നട്ടത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് എന്താ ചെയ്യേണ്ടത്? ശരാശരി കാണണം അല്ലെ. ആകെ തുകയായിട്ട് ഇവിടെ എന്തുണ്ട്? 245 തൈകളുണ്ട്. കുട്ടികളുടെ എണ്ണം 35 എന്നുണ്ട്. 5Bയിലോ ആകെ തുകയായിട്ട്
ആകെ നട്ട തൈകളുടെ എണ്ണം 240 ഉണ്ട്, കുട്ടികളുടെ എണ്ണം 30 ഉണ്ട് അല്ലെ. ഇനി നോക്കൂ ശരാശരി നോക്കാം. ശരാശരി സമം തുക എത്രയാണ് ഇവിടെ? 245 അല്ലെ. ഹരിക്കണം എണ്ണം, കുട്ടികളുടെ എണ്ണം എത്രയാണ്? 35 അല്ലെ. ഇനി 5 ബിയിലേക്ക് ഇതേപോലെ ചെയ്തു നോക്കാം. തുക എത്രയാണ്? 240, എണ്ണം എത്രയാണ്? 30 അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ആരാണ് കൂടുതൽ നട്ടതെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ശരാശരി നമ്മൾ കണ്ടെത്തിയിട്ടില്ല, അതിന്റെ സൂത്രവാക്യം വരെ എത്തിയിട്ടുള്ളൂ അല്ലെ. നോക്കൂ ഇനി 245/35. ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 ക്ലാസ് ആയതുകൊണ്ടാണ് രണ്ടും വേർതിരിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. 5A ക്ലാസ്സില് 35 കുട്ടികൾ കൂടി 245 തൈകൾ നട്ടു. 5B ക്ലാസ്സില് 30 കുട്ടികൾ ചേർന്ന് 240 ചെടികൾ നട്ടു അല്ലെ. അപ്പൊ ആരാണ് ശരാശരിയിൽ കൂടുതൽ എന്നാണ്. അതിന് ആദ്യം എന്ത് ചെയ്യണം? രണ്ടാളിനെയും ശരാശരി കാണണം അല്ലെ. 245/35 നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം. 7 × 35 245. 7 × 35 245. അപ്പോ ശരാശരി ഒരു കുട്ടി നട്ട തൈകൾ എത്രയാ? 7 എണ്ണം അല്ലെ. ശരാശരി ഒരു കുട്ടി എത്ര നട്ടിട്ടുണ്ട്? 7 എണ്ണം 5A ക്ലാസ്സിൽ അല്ലെ. ഇനി 5B ക്ലാസ്സിലേക്ക് പോവാണെങ്കിലോ 240/30 എത്ര വരിക? 8 അല്ലെ. 3 8 24. അപ്പോ 8 എണ്ണം. നോക്കൂ അപ്പോ 5B ക്ലാസ്സിലെ ശരാശരി ഒരു കുട്ടി നട്ടത് എത്ര? 8 എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് 5A ക്ലാസ്സിലെ 35 കുട്ടികൾ കൂടി 245 തൈകൾ നട്ടു. അതിൽ ശരാശരി ഒരു കുട്ടി 7 തൈകൾ നട്ടിട്ടുണ്ട്. 5B ക്ലാസ്സിലെ 30 കുട്ടികൾ ചേർന്ന് 240 തൈകൾ നട്ടു. അതിൽ ശരാശരി ഒരു കുട്ടി 8 എണ്ണം നട്ടിട്ടുണ്ട്. അപ്പൊ 5A ക്ലാസ് ആണോ 5B ക്ലാസ് ആണോ കൂടുതൽ മരങ്ങൾ നട്ടത്? ശരാശരിയുടെ കണക്കിൽ ഏത് ക്ലാസ് ആണോ മുന്നിൽ നിൽക്കുന്നത്? ഇവിടെ 5A ക്ലാസ്സിൽ 7 കുട്ടികളെ ഉള്ളൂ. 5B ക്ലാസ്സിൽ എത്ര ഉണ്ട്? 8. 5A ക്ലാസ്സിൽ 7 ചെടികളാണ് ഒരു കുട്ടി നട്ടിരിക്കുന്നത് ശരാശരി. 5B ക്ലാസ്സിലെ ശരാശരി 8 എണ്ണം നട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ക്ലാസ് ആണ് ഇതില് മുന്നിൽ നിൽക്കുന്നത്? 5B ക്ലാസ് ആണ് അല്ലെ. 5B ക്ലാസ് ആണ് ശരാശരി നട്ടതിന്റെ അളവ് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യം നോക്കൂ. പേജ് നമ്പർ 23 രണ്ടാമത്തെ ചോദ്യം. 3 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണവും 1 മാസം ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവും ചുവടെ കൊടുത്തിരിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്, ബോക്സ് കഴിഞ്ഞിട്ട്. ആദ്യത്തെ വീട്ടിൽ ഒരാൾ ശരാശരി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു? ഇതനുസരിച്ച് ഓരോരുത്തരും കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഏത് വീട്ടിലാണ് എന്നാണ് അല്ലേ. നമുക്കൊന്ന് ബോർഡിൽ കണക്ക് നോക്കാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിലെ പട്ടികയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ 3 വീടുകളാണ് അല്ലെ. ഒന്നാമത്തെ വീട്, രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ വീട്. ഒന്നാമത്തെ വീട്ടിൽ 6 പേരുണ്ട്. അവർ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു? 18,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചു. 6 പേരും കൂടി 18,000 ലിറ്റർ ആണ് ഉപയോഗിച്ചത്. അപ്പോ ഒരു വ്യക്തി എത്ര ലിറ്റർ ശരാശരി ഉപയോഗിച്ചിട്ടുണ്ടാവും? എങ്ങനെ കാണാ? ഇവിടെ തുക എത്രയാണ്? 18,000. എണ്ണം, അംഗങ്ങളുടെ എണ്ണം 6. അപ്പൊ ശരാശരി എങ്ങനെയാ കാണേണ്ടത്? തുക ബൈ എണ്ണം അല്ലെ. നോക്കൂ, 18,000 ഹരിക്കണം 6 അല്ലെ. ഇതല്ല അതിന്റെ ശരാശരി. 6 പേര് കൂടി 18,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചുവെങ്കിൽ ഒരാൾ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്നാണ് ശരാശരി അല്ലെ. അപ്പൊ എന്താണ്? ആകെ ഉപയോഗിച്ച വെള്ളം ഹരിക്കണം അംഗങ്ങളുടെ എണ്ണം. 18,000 ഹരിക്കണം 6 എന്താണ്? 3 6 18. ബാക്കിയൊക്കെ പൂജ്യങ്ങളാണല്ലോ അല്ലെ. 3 × 6 18. അപ്പൊ 3. ബാക്കി എത്ര പൂജ്യങ്ങളുണ്ട്? 1 2 3. ഇങ്ങനെയൊക്കെ ഹരിക്കാൻ വേണ്ടി 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. നോക്കൂ, 18,000 ഹരിക്കണം 6 3000. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നോക്കൂ, നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. എങ്ങനെയാ? 18,000 ഹരിക്കണം 6. നോക്കൂ എത്ര? 3 തവണ. 3 × 6 18. ബാക്കി എന്തേ ഉള്ളൂ? 1 2 3 0. 18 18 പോയാൽ 0. ബാക്കി 3 പൂജ്യങ്ങളുണ്ട്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി?
ഉത്തരത്തിൽ 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒന്നാമത്തെ വീട്ടിൽ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? ഒരാള് 3000 ലിറ്റർ ശരാശരി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ വീട്ടിലോ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? 16000 ലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 4 പേര് കൂടി 16000 ലിറ്റർ ഉപയോഗിച്ചാൽ ഒരു വ്യക്തി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു? അതാണല്ലോ ശരാശരി. നമുക്ക് നോക്കാം. തുക ബൈ എണ്ണം അല്ലെ? ശരാശരി കാണാൻ എങ്ങനെ? തുക, ആകെ തുക ബൈ എണ്ണം. അപ്പൊ എന്താ? 16000 ഹരിക്കണം 4 എത്ര കിട്ടും? 4 × 4 16. അപ്പോ 4, ബാക്കി എന്തേ ഉള്ളൂ? 3 പൂജ്യങ്ങൾ. 4000 ലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ? രണ്ടാമത്തെ വീട്ടില് അല്ലെ? ആദ്യത്തെ വീട്ടില് എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? 3000 ലിറ്റർ. രണ്ടാമത്തെ വീട്ടില് എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? 4000 ലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? മൂന്നാമത്തെ വീട് നോക്കാം. മൂന്നാമത്തെ വീട്ടില് എത്ര പേരുണ്ട്? 5 പേരാണ് താമസിക്കുന്നത്. അവരെല്ലാരും കൂടി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്? 16,500 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒരു ആള് എത്ര ഉപയോഗിച്ചത് എങ്ങനെ കാണുക? ശരാശരിയാണ് കാണേണ്ടത്. ശരാശരി കാണേണ്ടത് തുക ബൈ എണ്ണം. ഇവിടെ തുക എത്രയാണ്? 16,500 ഹരിക്കണം എത്രയാണ്? 5. എത്ര വരിക? 33 5 165. അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോളൂ. 165 ഹരിക്കണം 5. 16ൽ 3 തവണ പോവും അല്ലെ? 3 × 5 15. 6 5 പോയാൽ 1. 1ൽ 5 പോവില്ല. അപ്പൊ എന്ത് ചെയ്തു? മൂന്നാമത്തെ സംഖ്യയായ 5 ഇറക്കിയിട്ടു. 15ൽ 3 തവണ 3 × 15 15 ശിഷ്ടം 0. അപ്പൊ അവിടെ എത്ര കിട്ടി? 33,300 അല്ലെ? 165ൽ 5 33 തവണ, ബാക്കി 2 പൂജ്യം, 3300 ലിറ്റർ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി നോക്കൂ. ഒന്നാമത്തെ വീട്ടില് 6 പേര് കൂടി 18,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചു. ഒരാൾ ഉപയോഗിച്ചത് എങ്ങനെ കാണുക? 18,000 ഹരിക്കണം 6 എത്ര കിട്ടി? 3000. രണ്ടാമത്തെ വീട്ടില് 4 പേര് കൂടി 16,000 ലിറ്റർ ഉപയോഗിച്ചു. ഒരാൾ എത്ര ലിറ്റർ ഉപയോഗിച്ചു? ശരാശരി കാണാൻ എന്ത് ചെയ്തു? തുകയായ 16,000 ഹരിക്കണം അംഗങ്ങളുടെ എണ്ണം. 16,000 ഹരിക്കണം 4 4000. മൂന്നാമത്തെ വീട്ടില് 5 അംഗങ്ങൾ കൂടി 16,500 ലിറ്റർ വെള്ളം ഉപയോഗിച്ചു. ഒരാൾ ഉപയോഗിച്ച് എത്രയെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ആകെ ഉപയോഗിച്ച വെള്ളം ഹരിക്കണം ആളുകളുടെ എണ്ണം. 16,500 ഹരിക്കണം 5 3300 ലിറ്റർ അല്ലെ? ഇനി ചോദ്യം എന്താ? ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഓരോരുത്തരും കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ഏത് വീട്ടിലാണ്? ഏറ്റവും കൂടുതൽ ശരാശരി ഏത് വീട്ടിലാണ്? 3000 ലിറ്റർ ആണോ ഏറ്റവും കൂടുതൽ? 4000 ലിറ്റർ ആണോ ഏറ്റവും കൂടുതൽ? 3300 ലിറ്റർ ആണോ ഏറ്റവും കൂടുതൽ? ഇതെല്ലാം ഒരാൾ ചെയ്താണ് കേട്ടോ. 6 പേരും കൂടി 18,000, അതിൽ ഒരാൾ 3000 ആണ് ചെലവാക്കിയിരിക്കുന്നത്. 4 പേരും കൂടി 16,000 ലിറ്റർ ഉപയോഗിച്ചു. ശരാശരി ഒരാൾ 4000 ഉപയോഗിച്ചിട്ടുണ്ട്. 5 പേരും കൂടി 16,500 ലിറ്റർ വെള്ളം ഉപയോഗിച്ചു. ശരാശരി ഒരാൾ 3300 ലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിച്ചത് ആരാണ്? രണ്ടാമത്തെ വീട്ടുകാരാണ് അല്ലെ? എത്ര? ശരാശരി 4000 ലിറ്റർ ആണ് ഒരാൾ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ ഈ കണക്കുകളെല്ലാം എന്താണ്? സൂത്രവാക്യം ഒന്ന് തന്നെയാണ്. ശരാശരി സമം തുക ബൈ എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. മറ്റു ചില കണക്കുകളുണ്ട്. ഒരു 8-10 കണക്കുകൾ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇത് ഹോംവർക്ക് ആയിട്ട് ഞാൻ 2 കണക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് പഠിക്കുക. സംശയമുള്ളവർക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പോ ഒറ്റൊന്നേ നമ്മൾ ശ്രദ്ധിക്കാവുള്ളൂ. ഒരേ ഒരു സൂത്രവാക്യമാണ് ഇത്രയും ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി വരും ഭാഗത്താണ് സൂത്രവാക്യത്തിന്റെ മറ്റു വകഭേദങ്ങൾ പഠിക്കുന്നത്. ഒന്നേ ഉള്ളൂ. എന്താണത്? ശരാശരി സമം തുക ബൈ എണ്ണം അല്ലെ? ശരാശരി കാണാൻ എളുപ്പമാണ്. ആകെ തുക, എത്ര തുകയാണോ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം സംഖ്യകൾ തന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം കൂട്ടി കിട്ടുന്ന ഉത്തരം, അതാണ് അതിന്റെ തുക. എത്ര എണ്ണം ആളുകളാവാം, ദിവസങ്ങളാവാം, എത്ര എണ്ണം കൊണ്ടാണ് അത്രയും വലിയ തുക ഉണ്ടായത് എന്നാണ്. അപ്പോൾ ആകെ തുക ബൈ എണ്ണം, അതാണ് ശരാശരി. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കണം. ഓരോ കണക്കും
ചെയ്തു പഠിക്കേണ്ടതുണ്ട്. വായിച്ച് പഠിച്ചാൽ കണക്കൊരിക്കലും മനസ്സിലാവില്ല. ചെയ്തു പഠിക്കുക, 1-2 തവണ ചെയ്തു പഠിക്കുക. പിന്നെ ഹരിക്കണം, ഹരിച്ചു പഠിക്കുക, ഗുണനപ്പട്ടിക മനഃപ്പാഠമാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ഹരണം ചെയ്യാൻ കഴിയും. അപ്പൊ ഈ പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, അടുത്ത ഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.